നമസ്കാരം, ഞാൻ RJ അന്നമ്മ. ഓണവിശേഷത്തിൽ പാട്ടും വർത്താനവുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശബ്ദമാധുര്യം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ നമ്മുടെ സ്വന്തം വരലക്ഷ്മിയാണ്. നമസ്കാരം വരലക്ഷ്മി. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയതായ വിശേഷങ്ങൾ, ഞാനിപ്പോൾ +2 കഴിഞ്ഞ് 1 വർഷം നീറ്റിൻ്റെ കോച്ചിങ്ങിന് പോയി. ഓക്കെ, അപ്പോൾ ഞാനിനി അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ആണ്. ശുഭപ്രതീക്ഷ 100% വിജയം ആണോ? 100% വിജയം. അതെ. അപ്പോൾ എന്തായാലും ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശബ്ദമാധുര്യം കൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കിയ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ശബ്ദത്തിലൂടെ തന്നെ, ഒരു പാട്ടിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടി ഇത് പാട്ടാണ് പാടാൻ പോകുന്നത്. ഓണമായിട്ടൊക്കെ വന്നേക്കല്ലേ, ഓക്കെ അപ്പോൾ നമുക്ക് ഉത്രാടപ്പൂനിലാവേ പാടാം. ഓക്കെ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂനിലാവേ വാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ, പുലരുന്ന പൊന്നോടത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി നീ വാ വാ വാ, ഉത്രാടപ്പൂനിലാവേ വാ. അടിപൊളി, മനോഹരമായിരിക്കും. Thank you. ഞാനൊക്കെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ, ഇത് ഒരുപാട് കേൾക്കുന്നതാണല്ലോ ഈ കോംപ്ലിമെന്റ് ഒക്കെ. അപ്പോൾ സത്യം പറഞ്ഞ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും പറയാനുണ്ട്, ഒന്ന് നിർത്തിക്കൂടെ, എന്തിനാ ഇങ്ങനെ പാട്ട് പാടി മഴ പെയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പാട്ട് കേൾക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ എല്ലാവരെ കൊണ്ടൊന്നും നടക്കാറില്ല. അപ്പം ഇങ്ങനെ വരലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? കഴിവുണ്ടെന്ന് കണ്ടെത്തിയത് അച്ഛനും അമ്മയാണ്. കാരണം അച്ഛൻ പാടും ചെറുതായിട്ട്. അച്ഛൻ പഠിച്ചിട്ടൊന്നുമില്ല പാട്ട്, പക്ഷെ പാടും. അങ്ങനെ അച്ഛൻ ചെറുതിലെ, എൻ്റെ ചെറുതിലെ, അച്ഛൻ്റെ ചെറുതിലല്ല, എൻ്റെ ചെറുതിലെ അച്ഛൻ വീട്ടിൽ നിന്ന് ഓരോ പാട്ടൊക്കെ പാടുമ്പോൾ അവർ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ എൻ്റെ ബാക്കി പാടുന്നതൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അവരത് ചെറുതായിട്ട് മനസ്സിലാക്കിയതാണ് എനിക്ക് ഇപ്പം പാടാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ എന്നും എത്ര വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട്? അതെന്നെ ഒരു 3.5-4 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് എന്നെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടിരുത്തി. എന്നെ അക്ഷരം പഠിപ്പിച്ചത് എൻ്റെ പാട്ട് ടീച്ചർ. അതെ. ഓക്കെ. അപ്പം ആദ്യമായിട്ട് പാടിയ ഒരു സ്റ്റേജ് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാനത് UKG പഠിക്കുമ്പോൾ. അല്ല, LKG പഠിക്കുമ്പോൾ. ഓക്കെ. LKG പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ട് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി. ഓക്കെ. അത് പഠിപ്പിച്ചത് ആരായിരുന്നു? ടീച്ചറായിരുന്നോ? പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മ പാട്ട് പാടില്ല, പക്ഷെ അമ്മ പഠിപ്പിക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേജിന്റെ ആ ഒരു ആദ്യമായിട്ട് കയറിയതല്ലേ ഒരു സ്റ്റേജിൽ പാട്ട് പാടാൻ. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഓർമ്മയുണ്ടോ? LKG പഠിക്കുമ്പോൾ ഒരു സംഭവമാണ്. അന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ഇത് അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. അപ്പം അമ്മ ഇപ്പം എപ്പോഴും എനിക്ക് പറഞ്ഞു തരാറുണ്ട്, അന്ന് നീ ഇങ്ങനെ പറയുമായിരുന്നു എന്ന്. എനിക്ക് പക്ഷേ ഡയറക്റ്റ് ആ കാര്യം ഓർമ്മയില്ല. പക്ഷെ ഞാൻ അന്ന് നടന്ന അമ്മയോട് പറഞ്ഞു. അമ്മ അന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞു തരാറുണ്ട്. എന്താണ് ആ കഥ? എനിക്ക് ടെൻഷൻ അങ്ങനെ ഉള്ളൊരു കുട്ടിയായിരുന്നില്ല. അങ്ങനെ സ്റ്റേജ് ഫിയർ ഒന്നും പണ്ടുണ്ടായിരുന്നിട്ടില്ല. ഇപ്പോഴും ഇപ്പൊ ഭയങ്കര ടെൻഷൻ കുറച്ചൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും സംസാരിക്കും, എനിക്ക് പാടുന്നതിനേക്കാൾ കൂടുതൽ പേടി സംസാരിക്കുമ്പോഴാണ്. ഓക്കെ. അപ്പൊ പാടാൻ പേടിയില്ലല്ലോ? പാടാൻ പേടിയില്ല, പക്ഷെ എനിക്ക് സംസാരിക്കുന്നത് വളരെ നെർവസ് ആണ് സംസാരിക്കുമ്പോൾ. അപ്പൊ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടിയ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമോ? ഉറപ്പായിട്ടും. ഞാനന്ന് LKG പഠിക്കുവാണ്. എൻ്റെ സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. പാടിയ പാട്ട് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന പാട്ടാണ്. എനിക്ക് ഓർമ്മയുള്ളത് ഞാനൊരു പർപ്പിൾ കളർ ഫ്രോക്കൊക്കെ ആയിരുന്നു, ഷോർട്ട് ഹെയർ ഒക്കെ ആയിരുന്നു. അതെനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ അന്നത്തെ എൻ്റെ ആ എക്സ്പീരിയൻസ് ഞാൻ അമ്മയോട് പറയുമല്ലോ. അന്ന് നമ്മൾ കുഞ്ഞല്ലേ, അപ്പം എല്ലാം വന്ന് അമ്മയോട് പറയും, ഇപ്പോഴും പറയും. അപ്പോൾ അമ്മ ഇപ്പോഴും എൻ്റെ അടുത്ത് പണ്ടത്തെ കഥകളായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അന്ന് കേശവി ഇങ്ങനെ പറഞ്ഞു. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേശവി. അപ്പോൾ കേശവി ഇങ്ങനെ പറയുമായിരുന്നു, അങ്ങനെ പറയുമായിരുന്നു എന്നൊക്കെ അമ്മ ഇപ്പം എപ്പോഴും പറയും. അപ്പോൾ അന്നത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ വരി മറന്നു പോയാലോ അങ്ങനെയൊക്കെയുള്ളൊരു ഇത്. പിന്നെ ആദ്യമായി ഒരു സ്റ്റേജിൽ കയറി പാടുമ്പോൾ മൈക്ക് പിടിക്കാൻ അറിയില്ലായിരുന്നു. മൈക്കൊക്കെ താഴെ വെച്ച സൗണ്ടൊന്നും മര്യാദയ്ക്ക് കേട്ടില്ല. അപ്പം അങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ രണ്ടാമത് പാടിയപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്താണ് പാടിയത്. മൈക്കൊക്കെ നേരെ വെച്ചിട്ട്
പാടും. അപ്പം വരലക്ഷ്മിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ആണോ? ഉറപ്പായിട്ടും. അവർക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ, അമ്മ, പിന്നെ എന്നെ ഇപ്പൊ പാട്ട് പഠിപ്പിക്കുന്ന പ്രിയ ടീച്ചർ, പ്രിയ ആൻറ്റി, ഉം. പിന്നെ റെജി മാമൻ, അനിൽ വി നാഗേന്ദ്രൻ. അനിൽ വി നാഗേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് അനിൽ മാമൻ. പുള്ളീൻ്റെ സിനിമയിൽ ഞാൻ ഒരു പാട്ട് പാടി. തീ എന്ന് പറയുന്ന ഒരു Okay. ഫിലിമിൽ സാറിന്റെ പാട്ട് ഞാൻ ഒരു അപ്പൊ ഒരു പാട്ട് പ്ലേ പാടി. ബാക്ക് സിംഗർ കൂടെയാണ്. ആണ്. ഓക്കെ. അപ്പൊ ഈ പാട്ടിന് പുറമെ മേദിനി അമ്മമ്മ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ ഒരു അസാധ്യ ഗായികയുണ്ട്. ഉം. അമ്മമ്മേന്റെ കൂടെയാണ് ആ പാട്ട് ഞാൻ പാടിയിരിക്കുന്നത്. ഞങ്ങൾ ഓ. രണ്ടുപേരും കൂടെയാണ് പാടിയത്. ഓക്കെ. അപ്പൊ അത് വലിയൊരു ഭാഗ്യം തന്നെയാണല്ലേ? ഉറപ്പായിട്ടും ആദ്യത്തെ പാട്ടൊക്കെ ഇത്രയും നല്ലൊരു സിംഗറിന്റെ കൂടെ പാടാൻ പറ്റുന്നത്. ഓക്കെ. പിന്നെ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കൂടെ ഒക്കെ ഒരു പാട്ട് ഞാനിപ്പം എനിക്ക് സ്ഥിരം ഒരു പ്രൗഡാവുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് പോകുമ്പോൾ എൻ്റെ ടീച്ചറുണ്ട് പ്രിയാൻറ്റി. അതെ. പ്രിയാൻറ്റിയുടെ കൂടെ ഞാനിങ്ങനെ ഒരു പാട്ട് പാടുമ്പോൾ ഭയങ്കര പ്രൗഡ്. പഠിപ്പിക്കുന്നവരുടെ കൂടെ പാടുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഈ സ്കൂളിലൊക്കെ ഈ കലോത്സവങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടാവല്ലോ. ഒരുപാട് കലോത്സവം, പ്രൈസ് ലളിതഗാനങ്ങൾ, പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. ഓക്കെ. പ്രൈസ് ഒക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ കൂട്ടുകാരുടെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? സത്യസന്ധമായി പറഞ്ഞ കൂട്ടുകാർക്ക് വലിയ താല്പര്യം അങ്ങോട്ടില്ല. കാരണം ഇല്ല. ഞാൻ അത് എപ്പോഴും അവർ കാണുന്നതല്ലേ. അപ്പൊ എപ്പോഴും കാണുന്നവർക്കൊരു ഇതില്ലാത്തെന്ന് കൗതുകമില്ല. കൗതുകമില്ല. ഞാൻ മൂളിപ്പാട്ടൊക്കെ പാടുമ്പോൾ നിർത്ത് മതി രാവിലെ തൊട്ട് തുടങ്ങി എന്തെങ്കിലുമൊക്കെ പാടുമ്പോൾ ഞാൻ പിന്നെ കഥകളി സംഗീതം ഉണ്ടായിരുന്നു. ആ. കഥകളി കളിക്കും ഞാൻ. ഞാൻ Okay. ഡാൻസറാണ്. ഉം. അപ്പം മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ലൈറ്റ് മ്യൂസിക്, ഉം. കഥകളി സംഗീതം, ഉം. ഗ്രൂപ്പ് സോങ് ഒക്കെ. അങ്ങനെ ഒരുപാട് സകല ആ. കലാവല്ലഭയാണ്. അപ്പൊ ഈ പാട്ടിന് പുറമെ മറ്റെന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടോ? അതാ നൃത്തം ഉണ്ട്. ഉണ്ട്. ഡാൻസ്. ഓക്കെ. പിന്നെ ഞാൻ കീബോർഡ് വായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ പോകുന്നില്ല ഉം. ക്ലാസ്സിന്. അത്രയൊക്കെ ഉള്ളൂ. Okay. പിന്നെ അപ്പൊ പഠിക്കും. വരലക്ഷ്മി പാട്ട് പാടും എന്ന് ലോകം അറിഞ്ഞ അല്ലെങ്കിൽ നമ്മളെല്ലാരും അറിഞ്ഞ ഒരു പാട്ടുണ്ട്. हमको मिली है आज घड़ियां नसीब से, जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले അപ്പൊ ആ കൂട്ടത്തിൽ ശരിക്കും വരലക്ഷ്മി എന്ന ഗായികയെ ആ ഒരു കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാമെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് എത്തിയ ഒരു പാട്ടുണ്ട്. ഏതാണ് ആ പാട്ട്? പെരിയോനെ. പെരിയോനെ. അതെ. ആട് ജീവിതം സിനിമ ഇറങ്ങിയ സമയത്ത് ആ ഒരു പാട്ട് പാടി വൈറലായി. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഈ വരലക്ഷ്മിയെ തിരിച്ചറിയുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു റീലിലേക്കുള്ള ആ ഒരു വഴി എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു റീലാണ്. ഞാൻ ഒരു ദിവസം വീട്ടിലിരുന്നപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, റൂഷ ആൻറ്റി. റൂഷ ആൻറ്റിയും ബഷീൻ്റെ ഒരു ഓണറുണ്ട്, ഷിഹാൻ ബഷീർ. അപ്പോൾ ഷിഹാൻ അങ്കിളും റൂഷ ആൻറ്റിയും കൂടെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ നജീബിക്ക വരുന്നുണ്ട് അവിടെ, അപ്പോൾ ഇവളെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കാം, പറ്റുമെങ്കിൽ പെരിയോനെ പാട്, അല്ലെങ്കിൽ അവൾ പഠിച്ചില്ലെങ്കിൽ അന്നപ്പോൾ അത് ആ പാട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ, അപ്പം പറ്റുമെങ്കിൽ പെരിയോനെ പാട്, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ അവളെ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി പുതിയ പാട്ട് പഠിക്കാൻ വയ്യ, ഞാൻ പഴയ ഏതെങ്കിലും പാട്ട് പാടാം. അപ്പം അമ്മ പറഞ്ഞില്ല, പുള്ളിക്കാരൻ വരുന്നതല്ലേ, അപ്പോൾ ആ പാട്ട് തന്നെ പാടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒറിജിനൽ പാട്ട് കരോക്കെ വേണോ അതോ അൺപ്ലഗ്ഡ്? അപ്പോൾ അൺപ്ലഗ്ഡ് പാടാം, അപ്പോൾ കുറച്ചുകൂടെ ഒരു വേറൊരു മൂഡാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അൺപ്ലഗ്ഡ് ഒരു കരോക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ അത് കാണാതെ പഠിച്ചു. അങ്ങനെ പ്രോഗ്രാമിന് പോയി. ആ ഒരു പാട്ടേ ഉള്ളൂ. അന്ന് നജീബൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ആ റീല് 1 million വ്യൂ കിട്ടിയത് എനിക്ക് തോന്നുന്നു പുറകിൽ നജീബൊക്കെ ഇരിപ്പുണ്ട് ഞാൻ പാടുമ്പോൾ. ഒന്നുകിൽ അതായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ ഞാൻ അറിയാത്തോണ്ടായിരിക്കും. പാടുന്നുണ്ട് സത്യം പറഞ്ഞ. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമില് ആദ്യത്തെ പോസ്റ്റ് പാട്ട് പാടി പോസ്റ്റ് ചെയ്യുന്നത് അതായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ അതിന് മുമ്പ് ഇതുപോലെ പാട്ട് പാടി പോസ്റ്റ് ചെയ്യാനൊന്നും മറ്റും ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരുന്നു ഈ ഒരു ഓക്കെ.
അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര കേറി. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ല. അമ്മയോ എൻ്റെ ആരും അല്ല വീഡിയോ എടുത്തത്. ഉം. അജ്മൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, അജ്മലിക്ക. ആ. പുള്ളിക്കാരനാണ് ഈ വീഡിയോ എടുത്തത്. ഓക്കെ. അന്ന് ഞാൻ വീഡിയോ ചോദിച്ചപ്പോൾ എനിക്ക് അയച്ചു തന്നു. പക്ഷെ പുള്ളിയാണത് പുള്ളീൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് എന്നെ കൊളാബ് ചെയ്തിട്ടത്. ആ പുള്ളിയാണ് ഇത്രയും ഈ റീൽ ഇങ്ങനെ ആക്കിയത് അജ്മലിക്കാണ്. ഓക്കെ. അപ്പോൾ അജ്മലിക്കയോട് ഒത്തിരി താങ്ക്സ്. ഓക്കെ. അപ്പോൾ ആ റീല് വന്നതിന് ശേഷം ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഒത്തിരി ഫോളോവേഴ്സ് കൂടി. ഫോളോവേഴ്സ് കൂടി. പിന്നെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് പിന്നെ അങ്ങോട്ട് പെരിയോനെ ഒരു പേരിൽ എനിക്ക് 2-3 കുറെ പ്രോഗ്രാംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും സെലിബ്രിറ്റി കോളുകളോ ഇല്ല, എന്തെങ്കിലും? പക്ഷെ റസൂൽ പൂക്കുറ്റി സാർ കമന്റ് അത് ചെയ്തിരുന്നു. മതിയല്ലോ. ഓക്കെ. കമന്റ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പം കരിയറിൽ വലിയൊരു എന്താ പറയുക അച്ചീവ്മെന്റ് തന്നെയായിരുന്നു ആ ഒരു ശരിക്കും പാട്ടില്. വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു അത്. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടങ്ങ് പാടിയല്ലോ. ഉറപ്പായിട്ടും. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമന്തരി വരേടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീ, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീ. സൂപ്പർ സൂപ്പർ. താങ്ക് യു. പറയാൻ വാക്കുകളില്ല. അപ്പോൾ ശരിക്കും ഈ പാട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ടച്ചാവുന്നു ഭയങ്കരമായിട്ട്. ഓണവിശേഷങ്ങളിൽ പാട്ടും അതുപോലെ തന്നെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് വരലക്ഷ്മിയാണ്. അപ്പോൾ വരലക്ഷ്മി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. അതായത് വരലക്ഷ്മി ഏതൊക്കെയോ ബാൻഡുകളിൽ ഇങ്ങനെ പാടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ശരിയാണോ? ശരിയാണ്. ശരിയാണ്. ഓക്കെ. അപ്പോൾ ഏത് ബാൻഡിലാണ് പാടുന്നത്? ഞാൻ 2 ബാൻഡിൽ ഇപ്പോൾ പാടുന്നുണ്ട്. ഒന്ന് പ്രിയം ബാൻഡ്, പ്രിയാൻറ്റിയുടെ ബാൻഡ്. KS പ്രിയ പ്ലേബാക്ക് സിംഗറാണ്, ആ. എൻ്റെ ടീച്ചറാണ്. പ്രിയാൻറ്റിയുടെ ബാൻഡിൽ ഞാൻ പാടുന്നുണ്ട്, പ്രിയം ബാൻഡ്. പിന്നെ ലേ ആസ്ട്രേഡ് എന്ന് പറയുന്ന അമ്മയുടെ ഒരു കസിൻ്റെ ബാൻഡാണ്. അപ്പം തേജസേട്ടനായിട്ട് എന്നെ അവിടെ വിളിച്ചത്. അപ്പം ഞാൻ അതിലും പാടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടേക്കൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഒന്ന് പ്രിയാൻറ്റി എൻ്റെ ടീച്ചറാണ്, ടീച്ചറാണ്. ഒന്ന് അമ്മയുടെ കസിനാണ്. ഓക്കെ. അവർക്കറിയാം ആ ഒരു ടാലന്റ് കണ്ട് വിളിച്ചതാണല്ലേ? ആയിരിക്കും. ആണ്. അതെ. എന്തൊരു എളിമയാണ്. അതാണ് മെയിൻ. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഈ ഒരു ബാൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക് ഒരു കരിയർ ആയിട്ട് എടുക്കാനാണോ ആഗ്രഹം? അതോ അങ്ങനെ പറയുമ്പോൾ മ്യൂസിക് എനിക്ക് കരിയർ ആക്കാൻ ഇപ്പോൾ BA മ്യൂസിക് പഠിച്ചു, അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ല? എനിക്ക് അക്കാഡമിക്കലായിട്ട് ആ ഒരു രീതിയിൽ എനിക്കൊരു പ്രൊഫഷൻ വേണം. എന്നാൽ പാട്ട് എൻ്റെ കൂടെ വേണം. പക്ഷെ എനിക്ക് ഡോക്ടർ ആവണം. ഡോക്ടർ ആവണം. അത് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണോ? അങ്ങനെ വലിയ അംബീഷ്യസ് ഒന്നുമല്ല. എന്നാൽ ഇപ്പൊ നീറ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുകയല്ലേ, അപ്പം ഡോക്ടർ ആവണമല്ലോ. ഓക്കെ. അപ്പോൾ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹമുണ്ട്. നല്ല പാടുന്ന ഡോക്ടർ പാടുന്ന അല്ലേ? doctor. കൂട്ടത്തിൽ പാടുന്ന ഡോക്ടർ ഡോക്ടർ. വരലക്ഷ്മി പേഷ്യൻസിനെയൊക്കെ പാടുന്നു. പാട്ട് പാടി ചികിത്സിക്കാൻ പറ്റുന്ന പ്രിയാൻറ്റി ഇല്ലേ എൻ്റെ ടീച്ചർ, പ്രിയാൻറ്റി എപ്പോഴും പറയും എനിക്കിങ്ങനെ പറയണം, ഡോക്ടർ വരലക്ഷ്മി പാടുന്നു, അതിന് ഡോക്ടർ ആവണം നീ. ഓക്കെ. അപ്പോൾ പ്രിയാൻറ്റിയുടെ ആഗ്രഹം സഫലമാക്കണം. ഒപ്പം വരലക്ഷ്മിയുടെ. ഇപ്പൊ ഓക്കെ. ഉടനെ തന്നെ ആകും. ആകും. ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ പ്രിയാൻറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പ്രിയാൻറ്റിക്ക് വേണ്ടി ഒരു പാട്ട് പാടി കൊടുത്താലോ? ഉറപ്പായിട്ടും. ഓക്കെ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. ആ ആ, വാനിടം മംഗളമാലപിക്കേ, ഓമനേ നിന്നെ ഞാൻ
പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. സൂപ്പർ. ഓണവിശേഷങ്ങളിൽ പാട്ടും വിശേഷവും ആഘോഷങ്ങളും വർത്താനവും ഒക്കെ ആയിട്ടപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ വരലക്ഷ്മി ഉണ്ട്. വരലക്ഷ്മി, അപ്പോൾ നമ്മൾ എന്തോ പുതിയ ഓഡീഷന്റെ കാര്യമൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. അമ്മ ഇങ്ങനെ സൈഡിലിരുന്ന് ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നാണ്. എന്താണ് സംഭവം? അത് സി കേരളം ചാനലിന്റെ ഒരു സരിഗമപ എന്ന് പറയുന്ന ഒരു സീസൺ 3ന്റെ ഓഡീഷനാണ്. ഫസ്റ്റ് ഓഡീഷൻ പോയി കിട്ടി. സെക്കൻഡ് ഓഡീഷൻ നാളെ ഉണ്ട്. നാളെ ഉണ്ട്. അപ്പം ഒരെണ്ണം സേഫ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നാളെ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ടി വിയിൽ കാണാം. ടി വിയിൽ അടുത്ത ഓഡീഷൻ കാണാം. അപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ അത്യാവശ്യം എല്ലാ ചാനലിന്റെ ഓഡീഷനൊക്കെ പോയി തോറ്റു വരാറാണ് പതിവ്. ഓക്കെ, തോൽവിയും ജയമൊക്കെ ഒരു വിഷയമല്ല. നമ്മൾ മത്സരിച്ചുകൊണ്ടേയിരിക്കുക, കിട്ടും. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോവും, തോറ്റു വരും, തിരിച്ചു വരും. ഒരു വട്ടം കിട്ടിയിരുന്നു ഏഷ്യാനെറ്റില് വണ്ടർ കിഡ് എന്ന് പറയും, സകലകലാവല്ലഭൻ. അതിൽ എനിക്ക് പ്രോഗ്രാമിലുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഇടയ്ക്ക് വെച്ച ഒരു റേറ്റിംഗ് കുറവാണെന്നൊക്കെ പറഞ്ഞ് ആ പരിപാടി അങ്ങ് നിന്നായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ആ പ്രോഗ്രാമിന് ഞാൻ കയറിയപ്പോൾ അത് റേറ്റിംഗ് ഇല്ലെന്ന് ഓർന്ന് നിന്നു. ഭയങ്കര ലക്കാണ് ഇക്കാര്യത്തിൽ എനിക്ക്. അപ്പോൾ എന്തായാലും പുതിയൊരു ഓഡീഷനൊക്കെ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പാടി താങ്ക് യു. അപ്പം എന്തായാലും നാളെ ഓഡീഷനിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ മാസ്റ്റർ പീസ് ആയിട്ടുള്ള പറ്റുമെങ്കിൽ ഒരെണ്ണം ഞങ്ങൾക്ക് വേണ്ടി. മെലഡി മൗനമേ നിറയും മൗനമേ ഇതിലെ പോകും കാറ്റിൽ ഇവിടെ വിരിയും മലരിൽ കുളിരായി നിറമായി ഒഴുകും ദുഃഖം എന്നും നിന്നെ തേടി വരും. മൗനമേ നിറയും മൗനമേ. കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, കിട്ടും 100%. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ടീച്ചറിന്റെ കാര്യം പറയുന്നില്ലായിരുന്നോ? പ്രിയാൻറ്റിയിലെ ടീച്ചറാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടീച്ചറാണ്, ഞാൻ പ്രിയാൻറ്റി എന്ന് വിളിക്കും. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരൻസ് ഭയങ്കര സപ്പോർട്ടിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെ തന്നെ പേരൻസിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഈ പ്രിയാൻറ്റിയുടെ കാര്യം പറയുമ്പോഴും ഭയങ്കര ഒരു ആവേശമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. അപ്പം ഈ പറയുന്ന പോലെ വരലക്ഷ്മിയുടെ ആ ഒരു ലൈഫിൽ ഒരു ഇതുവരെയുള്ളൊരു ജേർണിയിൽ പ്രിയ ടീച്ചറിനും ഒരു നല്ലൊരു പാട്ടുണ്ടെന്ന് തോന്നുന്നു. ഉള്ളതാണോ? നല്ലൊരു പാട്ടുണ്ട്. ഒരു കൂടുതൽ പാട്ടും പ്രിയാൻറ്റിയുടെ കയ്യിൽ. അതെ അല്ലേ? പ്രിയാൻറ്റി അമ്മയെ പോലെയാണ് എനിക്ക്. എൻ്റെ ഡ്രസ്സ് പാട്ട് ടീച്ചർ എന്ന് പറയുമ്പോൾ പാട്ട് പഠിച്ചിട്ട് പോവുകയാണ് സ്ഥിരം. പക്ഷെ എൻ്റെ പ്രിയാൻറ്റി അങ്ങനെയല്ല, പാട്ട് പഠിപ്പിക്കും, ഫുഡ് എനിക്ക് വേണ്ടി എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കുക, ഞാൻ ആ വീട്ടിൽ പോയി നിൽക്കുക. പ്രിയാൻറ്റി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന പ്രിയാൻറ്റിയാണ്. ഇന്ന ഡ്രസ്സ് ഇട്ടാൽ മതി, ആ ഡ്രസ്സ് ഇടണ്ട. പുള്ളിക്കാരി എല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അമ്മയെ പോലെയാണ് എന്നാണ് പറയുന്നത്. പ്രിയാൻറ്റിക്ക് മോളെ പോലെ. ഓക്കെ, അപ്പോൾ ഈ പേരൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഓരോ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോഴും അതുപോലെ പാട്ട് പഠിക്കാൻ വിടുമ്പോഴൊക്കെയാണെങ്കിൽ അവരൊക്കെ ഭയങ്കര എന്താ പറയുക ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു വരലക്ഷ്മിയെക്കാട്ടിലും കുറച്ചും കൂടെ വരലക്ഷ്മി ഇതുപോലെ പാടണം, ഒരു ഗായികയായിട്ട് അറിയപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് പേരൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ടൈം വരെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ എന്നെ പാട്ടിന് വിടുമ്പോൾ എനിക്ക് പാട്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് ഞാൻ പാടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി എന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടു. പക്ഷെ എനിക്ക് പാട്ട് ക്ലാസ്സിൽ പോകുന്നതൊന്നും ഇഷ്ടമല്ല, പാട്ട് പാടുന്നത് ഇഷ്ടമല്ല. ഒരു ടൈം വരെ എവിടെയെങ്കിലും പോയ ആരെങ്കിലും ഒരു പാട്ട് പാടുമോ എന്ന് പറയുമ്പോൾ തുടങ്ങി പാടാം അങ്ങനെയായിരുന്നു പാടുന്നത് ചെറുതില്, വിവരമില്ലാത്ത പ്രായത്തിൽ. പക്ഷെ ഇപ്പൊ ആരെങ്കിലും പാട്ട് പാടാൻ പറയുമ്പോൾ പാടാലോ, പിന്നെന്താ. ഇപ്പൊ ഭയങ്കര ഒരു പ്രൗഡാണ് പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതുപോലെ ഒരു പേരൻസിനെ കിട്ടിയതിലും പ്രൗഡാണ്. അവരില്ലായിരുന്നെങ്കിൽ എന്റെ കഴിവുകൾ ലോകം അറിയാതെ പോയേനെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഓരോ കുട്ടികള് അവർക്ക് അങ്ങോട്ട് പാട്ട് പാടണം പഠിക്കണം എന്ന് പറയുമ്പോൾ തന്നെ കൊണ്ടുപോകാത്ത പേരൻസ് ഉള്ള ഇപ്പൊ അങ്ങനെയില്ല, എല്ലാരും കൊണ്ടുപോകും. പക്ഷെ ഒരു ടൈമിൽ എന്റെ ചെറുതിലൊക്കെ ടൈം എന്ന് പറയുമ്പോൾ കഴിവുണ്ടെങ്കിൽ കൊണ്ടുപോകാന്നുള്ള രീതിയാണ്. എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. അമ്മ എന്നെ
ഓരോ ക്ലാസ്സിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചത്. ഓക്കെ. അപ്പോൾ എന്തായാലും വരലക്ഷ്മിക്ക് വേണ്ടി ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പേരൻസിന് വേണ്ടി നമുക്കൊരു പാട്ട് പാടിയാലോ? കൂടെ പാടാം. നമ്മുടെ ടീച്ചറിനും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ഉണ്ട്. ഓക്കെ. അത് ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഇങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ, ഇങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ, അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ, സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം, വെളിയിൽ വരാൻ എന്തൊരു നാണം, അവിടുന്നിൻ ഗാനം കേൾക്കാൻ. ഓണവിശേഷങ്ങളിൽ പാട്ടും വർത്താനവും ഒക്കെ ആയിട്ട് ഞാനും വരലക്ഷ്മിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരലക്ഷ്മി, നമ്മളിങ്ങനെ ഓണവിശേഷങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഓണത്തെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ, എന്ത് പറ്റി? ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത്തവണത്തെ ഓണം ഭയങ്കര സിമ്പിളാണ്. സിമ്പിളാണ്. കഴിഞ്ഞ വർഷത്തെ ഓണം അച്ഛനുണ്ടായിരുന്നു. ഉം. ഈ വർഷത്തെ ഓണത്തിന് അച്ഛനില്ല. അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട്. കൂടുതൽ ഓണങ്ങളും അച്ഛനെ മിസ് ചെയ്യാറാണ് പതിവ്. അച്ഛനില്ല. അപ്പം വല്ലപ്പോഴും ഒക്കെയാണ് വരാറ്. കഴിഞ്ഞ ഓണത്തിനുണ്ടായിരുന്നു ഭാഗ്യത്തിൽ. അച്ഛൻ എന്ത് ചെയ്യാൻ? അച്ഛൻ ബഹറിലാണ്. ഉം. പ്രവാസിയാണ്. ഉം. ഈ പ്രാവശ്യത്തെ ഓണം അത് അച്ഛനില്ലാത്ത ടൈമിലാണെങ്കിൽ അച്ഛനുള്ള ടൈമിലാണ് വല്യമാവന്റെ കൂടെയാണ്. അമ്മേന്റെ മൂത്ത ബ്രദർ ഉം. വല്യമാവന്റെ കൂടെയാണ്. വല്യമാവൻ ആനി, അവിടുത്തെ മക്കള്, ഞങ്ങള് ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടാറുണ്ട് പതിവ്. അപ്പോൾ ഒരു മറക്കാൻ പറ്റാത്തൊരു ഓണം എന്നൊക്കെ ചോദിച്ചാൽ ഏതായിരിക്കും പറയാനുണ്ടാവുക? കഴിഞ്ഞ വർഷത്തെ ഓണം കഴിഞ്ഞ അത് വർഷത്തെ ഓണം. ഭയങ്കര ഒരു രസമായിരുന്നു. കാരണം അച്ഛനുണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് വല്യമാമൻ. കിട്ടിയതാണ്. അച്ഛനുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ വീട്ടിലായിരുന്നു. സാധാരണ വല്യമാമന്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കാറ്. അച്ഛനില്ലാത്തതുകൊണ്ട്. ഉം. അച്ഛനുള്ളപ്പം ഞങ്ങൾ മാറി മാറിയൊക്കെ നിൽക്കാറുണ്ട്. ഉം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം വീട്ടിലായിരുന്നു. ഉം. നല്ല ഭംഗിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം. എന്തൊക്കെ പറയാനുണ്ടല്ലോ, പറയൂ. ലൈക്ക് ഞാൻ ഈ ഒരു 2-3 വർഷമായിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കും. കുഞ്ഞു കാര്യങ്ങളൊക്കെ വരെ വീഡിയോ എടുത്ത് വെക്കും. അപ്പോൾ കഴിഞ്ഞ ഓണം വരെ ഞാൻ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഓണത്തിന് ഞാൻ വീട്ടിൽ തലേന്ന് ഈ ഉത്രാടത്തിനൊരു പെട്ടെന്ന് നാളത്തേക്കുള്ളൊരു തിരക്കൊക്കെ ഉണ്ടല്ലോ. പൂ വാങ്ങിക്കുക, ഏതൊരു ഡിസൈൻ ചെയ്ത്, അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. സോ ഇപ്പൊ ഞങ്ങൾ കാണുമ്പോൾ അന്നത്തെ ഓണം മിസ് ചെയ്യുന്നു. ലൈക്ക് കഴിഞ്ഞ വർഷത്തെ ഓണം ഭയങ്കര രസമായിരുന്നു. ഓക്കെ. അപ്പോൾ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം സ്ഥിരമായിട്ട് 10 ദിവസം പൂക്കളൊക്കെ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഉണ്ട്. അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്കുണ്ട്. അപ്പൊ അമ്മയുടെ കൂടെ കൂടാറുണ്ടോ? അമ്മ കുളിക്കാതെ അങ്ങോട്ട് അടുപ്പിക്കില്ല. കുളിക്കാൻ നമുക്ക് മടിയായ കാരണം അടുക്കാറില്ല. ഇല്ല. പക്ഷെ ഉണ്ട് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ രാവിലെ എന്തെങ്കിലും കുളിച്ച് പോകേണ്ട സമയത്തൊക്കെ, അല്ലാത്ത സമയത്ത് അമ്മ വെളുപ്പിനെ അങ്ങ് ഇടും. അപ്പൊ പിന്നെ നമ്മൾ വരുമ്പോ അവിടെ കിടക്കും. ഈ ഓർമ്മയിലെ ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ട്? അതായത് എനിക്ക് ഇങ്ങനെ ഓർമ്മയിൽ ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത്, പണ്ട് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് പൂക്കൾ ഇടുന്ന സെറ്റപ്പ് ഒന്നുമില്ല. അപ്പൊ നമ്മളെല്ലാവരും കൂടെ, ഈ പിള്ളേരൊക്കെ കാണും, എല്ലാവരും കൂടി ഈ പോയി പൂക്കളൊക്കെ പറിച്ച് കൊണ്ടുവന്ന് അങ്ങനെ അത്തപ്പൂ ഇടുന്ന ഒരു ഓർമ്മയുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എന്റെ ചെറുതില്, എനിക്ക് അത്രയും പ്രായമൊന്നുമില്ല, എന്നാലും എന്റെ ചെറുതില് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങി ഇട്ട ഒരു ഓർമ്മയില്ല എനിക്ക്. വീട്ടിന്റെ അവിടെ ഇവിടെയൊക്കെ തന്നെ. ചെറിയടിക്കലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ഇപ്പം മാറി. ചെറിയടിക്കലായിരുന്നപ്പോൾ ഒത്തിരി അങ്ങനെ പൂ വാങ്ങിച്ചിടുന്ന ഒരു പതിവൊന്നും ഇല്ലായിരുന്നു. അവിടെ നമ്മളെല്ലായിടത്തും നമ്മളുടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി പൂ വെച്ചിക്കൊണ്ടൊക്കെ വന്നിടുകയായിരുന്നു പതിവ്. ഓണം വിശേഷം, ഓണം ഓർമ്മ ഇതൊക്കെ തന്നെ. പിന്നെ ഓണത്തിന് എപ്പോഴും പ്രോഗ്രാം കാണും. പ്രോഗ്രാം ഉണ്ട്. അതെ. ഇപ്പൊ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഉണ്ട്. പക്ഷേ ഇപ്പൊ പറയുന്നത് ശരിയല്ല, എന്നാലും ഞാൻ പറയാം, എനിക്ക് ഓണം ദിവസം, ക്രിസ്മസ് ദിവസം, ഇങ്ങനെ ഓണ ദിവസമൊക്കെ എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതെ. എൻ്റെ ബർത്ത്ഡേ, അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ് ഇഷ്ടം.
പക്ഷെ ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് ഓണം ദിവസമൊക്കെ ഇരിക്കാൻ പ്രോഗ്രാം പറ്റാറില്ല, ഒക്കെ കാണും. തിരക്കാണ്. പക്ഷെ അതിഷ്ടമല്ലെന്നല്ല, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വെറുതെ ഇരിക്കും, ഞാനൊരു ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം വെറുതെ ഇരിപ്പൊരു ഇഷ്ടമുള്ള പരിപാടിയാണ് ഇപ്പൊ. പക്ഷെ ഞാൻ വെറുതെയാണ് കുറെ 2-3 മാസമായിട്ട്. അപ്പൊ നമ്മൾ ഓണ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിരുന്നപ്പോൾ എനിക്ക് ഓണത്തെക്കുറിച്ച് വീണ്ടും ഒരു പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. പാടിത്തരുമോ? പാടാലോ? ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവന്നാഗീതരമ്യോദയം ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവന്നാഗീതരമ്യോദയം മാവേലി മന്നന്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്നത് വ്യോദയം മാവേലി മന്നന്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്നത് വ്യോദയം ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവന്നാഗീതരമ്യോദയം. ഓക്കെ, താങ്ക് യു സോ Thank you. മച്ച്. അപ്പോൾ എന്തായാലും വരലക്ഷ്മി ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നന്ദി, പാട്ട് പാടി തന്നതിനും നന്ദിയുണ്ട്. അതുപോലെ Thank you. തന്നെ ഒരു സമയം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിലും നമ്മളോടൊപ്പം കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഈ ഒരു ഓണത്തിന്റെ ഇടയിലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ തന്നതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, Thank സന്തോഷമുണ്ട്. you. അപ്പോൾ ഇനി നമ്മൾ വിളിക്കും. ആ. എനിക്ക് കംഫർട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് എന്നെ താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വിളിക്കും, പാട്ട് പാടി തരണം. ഞാൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും പാട്ടുകൾ ചോദിക്കാം. ഉറപ്പായിട്ടും. അപ്പം നന്ദിയുണ്ട്. അപ്പം ഇനിയും കാണാം. അപ്പം നമ്മൾ Thank ഇതുവരെ you. കേട്ടുകൊണ്ടിരുന്നത് ചേതന FM 90.8 ഓണവിശേഷങ്ങളും പാട്ടും വർത്തമാനവും.